IPL 2025 ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടിട്ടുള്ള ഒരു കളിക്കാരനാണ് നമ്മുടെ വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന 14 വയസ്സുകാരൻ ബീഹാർ പയ്യൻ. ഇവൻ ഫസ്റ്റത്തെ ബോൾ IPL അവന്റെ ഫസ്റ്റത്തെ ബോൾ തന്നെ സിക്സ് അടിച്ചിട്ട് തുടങ്ങുന്നത്. രണ്ടാമത്തെ ഇന്നിംഗ്സിൽ സെഞ്ചുറിയാണ്, 35 പന്തിലാണ് കേട്ടോ സെഞ്ചുറി അടിക്കുന്നത്. അത്രയും വേഗതയേറിയ സെഞ്ചുറിയും കരസ്ഥമാക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷം 2 മാച്ച് നടന്നു. ആ ഒരു മാച്ചിൽ ഡക്കൗട്ടും മറ്റൊരു മാച്ചിൽ വെറും 4 റണ്ണുമാണ് എടുത്തത്. ഈ ഒരു സെഞ്ചുറിക്ക് ശേഷം ആ ഒരു സമയത്ത് അവന്റെ ഒരു മെന്റർ അല്ലെങ്കിൽ നല്ല രീതിയിൽ അഡ്വൈസർ എന്ന രീതിയിലുള്ള നമ്മുടെ സഞ്ജു സാംസൺ പറഞ്ഞ 2 ഡയലോഗുകളുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ അടുത്ത കാലത്ത് ഇനി അധികമൊന്നും വൈകില്ല ഇന്ത്യൻ ടീമിലേക്ക് കടന്നുകൂടാൻ എന്ന് പറയുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. സോ ഈ ഒരു കാര്യത്തെയാണ് നമ്മുടെ സുനിൽ ഗവാസ്കർ, നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഇതിഹാസമായുള്ള സുനിൽ ഗവാസ്കർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ പ്രതീക്ഷകളും വലിയ വലിയ ഡ്രീമുകളൊന്നും അവനിപ്പോൾ കൊടുക്കരുത്, മറിച്ച് അവനെ നല്ല രീതിയിൽ കളിക്കുവാനായിട്ട് നല്ല പ്രാക്ടീസ് കൊടുക്കുക, നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സെഞ്ചുറി കഴിഞ്ഞിട്ട് അവർ നല്ല രീതിയിൽ കളിക്കാൻ സാധിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ വലിയ പ്രതീക്ഷകളും വലിയ സ്വപ്നങ്ങളും ഒന്നും മാനേജ് ചെയ്യാനല്ല, ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ആ ഒരു മൈൻഡ് പവർ അവന് ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. ആ ഒരു എക്സ്പീരിയൻസിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ പ്രതീക്ഷകൾ കൊടുക്കേണ്ടത്. അല്ലാതെ ഇതേപോലത്തെ പ്രതീക്ഷകൾ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെന്റിൽ കളിയെ മറന്നിട്ട് അവസാനം അവൻ ആ ഒരു ഫീൽഡിൽ നിന്ന് തന്നെ ഔട്ട് ആകുന്ന സിറ്റുവേഷൻ ഉണ്ടാകും. ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2026 IPL അവനെ കൊണ്ട് കളിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ കൺഫേം ചെയ്യുക എന്നുള്ളതാണ് രാജസ്ഥാൻ ടീമിന്റെ അടുത്ത് സുനിൽ ഗവാസ്കർ പറയുന്നത്. സഞ്ജു സാംസൺ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യവംശി എങ്ങനെ പോലെ ഇന്ത്യൻ ടീമിൽ കയറും എന്നുള്ള കാര്യം. ഈ സൂര്യവംശി കയറുകയാണെങ്കിൽ എങ്ങോട്ടാ കയറാനായിട്ട് ചാൻസ് കൂടുതൽ? സഞ്ജു സാംസന്റെ ആ ഒരു T20 സഞ്ജു സാംസന്റെ പൊസിഷനിലേക്ക് കയറാനായിട്ടാണ് ചാൻസ് കൂടുതൽ. എങ്ങനെ ഒരു അഭിഷേക് ശർമ്മ എന്ന് പറയുന്നത് നല്ല രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്ന നല്ലൊരു ബാറ്റ്സ്മാനുമാണ്, അതേപോലെ തന്നെ നല്ലൊരു ഓൾറൗണ്ടറുമാണ്. അതേ സ്ഥാനത്ത് സഞ്ജു സാംസൺ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് സൂര്യവംശീനെ ഇറക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹിറ്റിംഗ് എന്ന് പറയുന്ന കാര്യം, ട്രാവിസ് ഹെഡ്, 2 ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻമാർ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും യോജിക്കുന്നത് പോലെ സൂര്യവംശിയും കൂടി യോജിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു എന്താ പറയുക വലിയൊരു ത്രയം തന്നെയായിരിക്കും. സോ സഞ്ജു സാംസൺ തൻ്റെ എന്താ പറയുക ആ ഒരു സിറ്റുവേഷനാണോ അല്ലെങ്കിൽ തൻ്റെ ആ ഒരു പൊസിഷനാണോ സൂര്യവംശിക്ക് വിട്ടുകൊടുത്ത് സംസാരിച്ചത് എന്നറിയില്ല. കാരണം അത്രയ്ക്കും നല്ല രീതിയിൽ സഞ്ജു സാംസൺ ആ ഒരു ടീമിൽ ഇപ്പോൾ നല്ല രീതിയിലുള്ള സ്ട്രഗ്ലിങ്ങിലാണ് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും മേ ബി അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞത്. കാരണം അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, ഇവൻ്റെ കളി എങ്ങനെ വലിയ ഇതോടുകൂടി അവസാനിക്കും അല്ലെങ്കിൽ 2026 കളിക്കുമോ എന്നുള്ളതൊക്കെ കഴിഞ്ഞിട്ട് പറയാമെന്നുള്ള പറയാൻ പറ്റുക. സോ അത്രയും കോൺഫിഡൻസ് ലെവൽ ആ ഒരു മീഡിയയ്ക്ക് മുമ്പിൽ അദ്ദേഹം പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ്, അല്ലാതെ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നില്ല. സോ എല്ലാം ഇനി നമ്മുടെ സൂര്യവംശിയുടെ കാര്യം തന്നെയാണ് ഇരിക്കുന്നത്. എല്ലാവരും ആ ഒരു വ്യക്തിനെ, ആ ഒരു ചെറിയ പയ്യനെ തന്നെയാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതും. നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം എന്താണ് അവൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്.